പ്രേംലാലേട്ടാ, ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥരൊക്കെ കണ്ട് നമ്മൾ വാനോളം പൊഴുതിയതാണ്. ഒരുപാട് ആളുകൾക്ക് അതൊരു പ്രചോദനമാവുകയും ചെയ്തു. ഇപ്പോ അവർക്കെതിരെ വലിയൊരു വിവാദം ആളിക്കത്തുകയാണ്. അതായത് അവർ KBC-യിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ വിവാദം ഇപ്പോൾ ഉണ്ടാകാനുള്ള കാരണം? എന്തിനാണ് ഇവർ ഇതിലേക്ക് പോകുന്നത്? ഈ KBC എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുവിധപ്പെട്ടവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഈ കോൻ ബനേഗ ക്രോർപതി, ആ ക്രോർ വരാത്തോണ്ടാണ് ഞാൻ KBC എന്ന് പറഞ്ഞത്. അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന സ്റ്റാർ പ്ലസിലെ പഴയ പരിപാടിയായിരുന്നു ലക്ഷാദ്വീപ്. പിന്നീട് അത് സൂര്യയൊക്കെ ഏറ്റെടുത്തു. പലരും മലയാളം പതിപ്പിൽ നമ്മുടെ സുരേഷ് ഗോപി നിങ്ങൾക്കുമാകാം കോടീശ്വരൻ, പിന്നെ പിന്നെ സുരേഷ് ഗോപിയുടെ പരിപാടി ഏതായിരുന്നു? അത് തന്നെയായിരുന്നു. ശരി. അപ്പോൾ ഇങ്ങനെ കുറേ കോടീശ്വരൻ പരിപാടികൾ കുറേ വന്നിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് അമേരിക്കൻ ബ്രാൻഡ്, അതായത് ഹൂ വിൽ ബിക്കം എ മില്യണറോ അങ്ങനെ എന്തായിരുന്നു ആ പരിപാടി. അപ്പോൾ അതേപോലെ അതിൻ്റെ ഹിന്ദി വെർഷനാണ് അമിതാഭ് ബച്ചൻ. അതിൻ്റെ 17ാമത് പതിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 17 സീസണിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന പ്രത്യേക എപ്പിസോഡിൽ ഈ 3 വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ, കൃത്യം പറഞ്ഞാൽ കേണൽ സോഫിയ ഖുറേഷി, പിന്നെ അന്ന് വാർത്താ സമ്മേളനത്തിൽ സോഫിയ ഖുറേഷിക്കൊപ്പം ഉണ്ടായിരുന്ന വ്യോമസേനയിലെ വ്യോമിക സിംഗ്, അതുകൂടാതെ ഒരു നേവി ഉദ്യോഗസ്ഥ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിരുന്നില്ല, പക്ഷേ അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യുദ്ധക്കപ്പലിൻ്റെ കമാൻഡറാണ്. ആദ്യമായിട്ടാണ് ഒരു വനിത ഒരു യുദ്ധക്കപ്പലിൻ്റെ കമാൻഡറാകുന്നത്. കൃത്യം പറഞ്ഞാൽ INS ത്രിങ്കറ്റ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൻ്റെ കമാൻഡറായ വനിതാ കമാൻഡർ, അവരുടെ പേര് പ്രേരണ ദോസ്തലെ എന്നാണ് അവരുടെ പേര്. ഈ 3 പേരും ഈ കോൻ ബനേഗ ക്രോർപതിയുടെ ഓഗസ്റ്റ് 15 സ്പെഷ്യൽ എപ്പിസോഡിൽ പങ്കെടുക്കുന്നതിൻ്റെ ട്രെയിലർ ഇതിനോടകം തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. വലിയ ഘരഘോഷത്തോടെ അമിതാഭ് ബച്ചൻ അവരെ പരിപാടിയിലേക്ക് സ്വീകരിക്കുന്നതും വന്ദേ മാതരം ഗാനം പശ്ചാത്തലമായിട്ടുള്ളതുമൊക്കെ ആ ട്രെയിലറിലുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ആ ട്രെയിലറിൽ പറയുന്നതനുസരിച്ച് സോഫിയ ഖുറേഷി പറയുന്നുണ്ട്, പാകിസ്ഥാൻ നിരന്തരമായി ഭീകരാക്രമണ പരിപാടികൾ നടത്തുന്നു, അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായി വന്നു എന്നുള്ളത് പറയുന്നു. വ്യോമിക സിംഗ് പറയുന്നു, നമ്മൾ മെയ് 7-ാം തീയതി രാവിലെ 1:05 മുതൽ 1:25 വരെ, കൃത്യമായി ഏതാണ്ട് 20-25 മിനിറ്റോളം ദൈർഘ്യമുള്ള പരിപാടി കൊണ്ട് നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചു. അതിനെക്കുറിച്ച് വ്യോമിക സിംഗും പറയുന്നുണ്ട്. നമ്മുടെ നാവികസേനയുടെ ഉദ്യോഗസ്ഥയും സമാനമായ ഈ എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വേണ്ടി വന്നു അതിനെക്കുറിച്ചൊക്കെ അവരും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വലിയൊരു വിവാദത്തിന് വഴിതുറന്നിരിക്കുകയാണ്. കാരണം ഈ 3 പേരും ഔദ്യോഗിക യൂണിഫോം ധരിച്ചാണ് ഈ ചാനൽ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇത്തരം സ്വകാര്യ പരിപാടികൾ, ഇതൊരു ഔദ്യോഗിക പരിപാടിയല്ല, ഒരു സ്വകാര്യ ചാനലിൻ്റെ സ്വകാര്യമായ ഒരു പരിപാടി, അത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ള, ഇത് ദേശീയോദ്ഗ്രഥനമൊന്നും അല്ലല്ലോ. ഈ കോൻ ബനേഗ ക്രോർപതിയിൽ ഇവർ പങ്കെടുക്കുക ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന എപ്പിസോഡിൽ ഇവരെ പോലെ നമ്മൾ വളരെ ആദരവോടെ കാണുന്ന സൈനിക ഉദ്യോഗസ്ഥർ വന്നിരിക്കുക, ആത്യന്തികമായി അത് അവരുടെ ബിസിനസ്സാണ്. അപ്പം അത്തരം ഒരു കാര്യത്തിന് വേണ്ടി ഈ ഉന്നതരായ ഈ സൈനിക ഉദ്യോഗസ്ഥർ വന്നെത്തിയത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത്. ഈ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണ്ടേ? കേന്ദ്ര സർക്കാരിൻ്റെ അല്ല, അവരുടെ കമാൻഡറിൻ്റെ അനുമതി വേണം. അപ്പോൾ പോലും ഇത്തരം സ്വകാര്യ പരിപാടികളിൽ ഇവരിൽ യൂണിഫോം, ഔദ്യോഗിക പദവി, അവർക്ക് പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവർ യൂണിഫോം ധരിക്കുന്നതിലാണ് പ്രശ്നം. കാര്യം ഇവർ ഈ സൈനിക യൂണിഫോമിൽ തന്നെ എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ ചാനലിൻ്റെ താല്പര്യമാണ്, ആ പരിപാടിയുടെ പ്രൊഡ്യൂസറുടെ താല്പര്യമാണ്. കാര്യം അവർക്ക് കുറച്ചുകൂടി ഓഡിയൻസിനെ കിട്ടും. നമ്മുടെ യൂണിഫോം ഒക്കെ സൈനിക യൂണിഫോം. അത് മാത്രമല്ല സൈനിക യൂണിഫോം ധരിച്ച കേണൽ സോഫിയ ഖുറേഷിയാണ് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പം. അവർ സാധാരണ ഒരു വീട്ടമ്മയുടെ വസ്ത്രധാരണത്തിൽ വന്ന ഒരു പക്ഷേ നമ്മൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അത്രയും കൂടി പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇവർ ചിലപ്പോൾ ആവശ്യപ്പെട്ടതിനാലായിരിക്കാം ഈ സൈനിക ഉദ്യോഗസ്ഥർ ഈ ഔദ്യോഗിക വസ്ത്രമൊക്കെ ധരിച്ച്, അവരുടെ ആഭരണങ്ങൾ, ഔദ്യോഗിക വസ്ത്രത്തിന് എന്തൊക്കെ വേണോ അതെല്ലാം ധരിച്ച് വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം ഈ നമ്മുടെ വൃത്തങ്ങളെ അല്ലെങ്കിൽ സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ
കടുത്ത PR വർക്കിനും, അതായത് സർക്കാരിന് വേണ്ടി, സർക്കാരിൻ്റെ PR പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയും ഇവരുടെ സേവനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. രണ്ടാമത്തെ ആരോപണം, ഇത്തരം പ്രോട്ടോകോൾ ലംഘനങ്ങൾ, ഇത്തരം സ്വകാര്യ പരിപാടികളിൽ ഇവർക്ക് പങ്കെടുക്കാൻ ആരാണ് അനുമതി കൊടുത്തത്? ഇത് ഇവർ സ്വയമേ ചെയ്തതാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇനി സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും, ഈ ഔദ്യോഗിക യൂണിഫോമുകളൊക്കെ ധരിച്ച് ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റും? പങ്കെടുക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട്. ഒന്ന്, അത്തരം ഈ യൂണിഫോമുകളൊക്കെ ധരിച്ച് സാംസ്കാരിക പരിപാടികൾക്ക് പങ്കെടുക്കാൻ പാടില്ല, സാമൂഹ്യ കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ പാടില്ല, പിന്നെ പൊതു ഇടങ്ങളിൽ, പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല, ഭക്ഷണശാലകളിൽ ഏതെങ്കിലും ഹോട്ടലിലോ മറ്റോ കയറി ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ വിത്ത് യൂണിഫോം ആകാൻ പാടില്ല, യാത്ര ചെയ്യുമ്പോൾ, സ്വകാര്യ യാത്ര, ഇപ്പോൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുക, നമ്മുടെ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പട്ടാളക്കാരെ അവധിയിൽ വരുമ്പോൾ യൂണിഫോം ധരിച്ച് പറ്റുമെങ്കിൽ ഒരു തോക്കും കൈ പിടിച്ചുകൊണ്ടായിരിക്കും വരിക. അതൊക്കെ യഥാർത്ഥത്തിൽ സൈനികരെ വികലമായി ചിത്രീകരിക്കുക. അങ്ങനെ വാസ്തവത്തിൽ അവർക്ക് അത്തരത്തിൽ യൂണിഫോമുകളൊക്കെ ധരിച്ച് അത്തരം യാത്രകൾ നടത്താൻ അനുമതിയില്ല. പക്ഷേ ഇത്തരം പരിപാടികളിൽ തന്നെ പങ്കെടുക്കണമെങ്കിൽ അവരുടെ കമാൻഡർ ആരാണ്, അവരുടെ ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണോ അവരുടെ കൃത്യമായ അനുമതി വാങ്ങണം. അനുമതി വാങ്ങിയാൽ തന്നെയും ഈ യൂണിഫോം ധരിച്ച് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് സംശയമുള്ളത്. ഈ സർക്കാരിന്റെ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടല്ലോ ഇതില്, അവരെ കൂടുതൽ കുറച്ചുകൂടി, പക്ഷേ അതിലപ്പുറം ഇത് നമുക്കൊക്കെ എപ്പോഴും നമ്മൾ ഇവരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു ഇതാണ് അല്ലേ. ഈ സൈനികരെ കുറിച്ച് ആലോചിക്കുമ്പോൾ പൊതുവേ നമുക്കൊക്കെ ഒരു അഭിമാനമാണ്. അപ്പൊ അത്തരത്തിൽ അവർക്ക് സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത്തരത്തിൽ യൂണിഫോം ധരിച്ച് വരുന്നത് അത് സർക്കാരിന് കൂടി ഒരു ഇമേജ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് കൂടിയല്ലേ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും അത് വാസ്തവത്തിൽ സർക്കാരിനൊരു ഇമേജ് ഉണ്ടാക്കുന്നതാണെന്നുള്ളത് പ്രകടമാണ്. അതിപ്പോൾ ഇവർ അന്ന് നടത്തിയ വാർത്താ സമ്മേളനം തന്നെ അത് എത്തിപ്പെടാത്ത നാടുകളില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഒന്നിനപ്പോൾ ഒരു തള്ള് എന്ന് പറയുന്നത് പോലെയാണ് ഇവർ അതേ യൂണിഫോം ധരിച്ച് ഒരു സ്വകാര്യ ചാനലിൻ്റെ, ഇപ്പോൾ DD നാഷണലിൽ മറ്റേതെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്താ വിഭാഗത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊരു സ്വകാര്യ ചാനലിന് വേണ്ടിയിട്ട് അത് അനുയോജ്യമാണ്. അവർക്ക് പങ്കെടുക്കുന്നതിന് വിരോധമില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഇവർ ഈ പങ്കെടുക്കുന്നതിനൊക്കെ അതിന് കമാൻഡർ അനുമതി വാങ്ങിക്കാണും, പക്ഷെ ഈ യൂണിഫോം ധരിച്ചു പോകുമ്പോൾ ഇവർക്കത് ഇവരുടെ തന്നെ പിന്നെ എന്താ പറയുക, ഇതിൽ നിന്ന് ഇവർക്ക് തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയില്ലേ? എന്തുകൊണ്ട് യൂണിഫോം ധരിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു ചോദ്യം വരില്ല. അല്ല, നമുക്ക് ഇവർക്ക് ഈ യൂണിഫോം ധരിച്ച് പങ്കെടുക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇനി അങ്ങനെ അനുമതി വാങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവരതിൽ വിശദീകരണം നൽകേണ്ടി വരും. അല്ല, വലിയ കുറ്റകൃത്യമൊന്നും അല്ലല്ലോ, അവർ അതും ധരിച്ചിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനമൊന്നും അല്ലല്ലോ നടത്തിയത്. ചിലപ്പോൾ ഒരു വിശദീകരണം ചോദിക്കുന്നതിൽ ഒതുങ്ങുമായിരിക്കും അത്തരത്തിൽ, അല്ലാണ്ട് കടുത്ത കുറ്റകൃത്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതത്ര വലിയ കടുത്ത കുറ്റകൃത്യമാണെങ്കിൽ പട്ടാള കോടതി അല്ലെ കോർട്ട് മാർഷൽ എന്നൊക്കെയാണ് പറയുക, അത്തരം കോടതിയിൽ വിചാരണ ചെയ്ത് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെങ്കിൽ അവർക്കത് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് പട്ടാളത്തിൽ. അതിൻ്റെ പരമാവധി ശിക്ഷ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയാണ്. പക്ഷെ അത്രയൊന്നും ഉണ്ടാവില്ല. ഇത് പരമാവധി ഒരു വിശദീകരണം അനുമതി കൊടുക്കാതെ അവർ പോകാൻ സാധ്യതയില്ലല്ലോ, കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല അവബോധമുള്ള ലേഡി, 3 സ്ത്രീകളാണ് അവർ. സാധാരണ ആയിട്ടുള്ള എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവരല്ലോ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ആക്ഷേപങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ വാസ്തവം എന്തെന്നുള്ളത് 15-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കണം. അന്നാണ് ഈ പരിപാടിയുടെ മുഴുവൻ ടെലികാസ്റ്റ് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ അതിൽ വിമർശനം ഉണ്ടെങ്കിൽ അത് ഇത്തിരി ഗൗരവ സ്വഭാവമുള്ളതാണ്. കാര്യം ഇത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ സൈനികർക്ക് ഒരു കുഴപ്പവും ഉണ്ട്, ഈ വീരവാദം പറയുന്നവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ ഇത്തരം യൂണിഫോമുകളൊക്കെ ധരിച്ച് വിടുവായത്വം പറയുന്നവരും അത് അത്തരത്തിൽ നടപടികളിലേക്ക് പോയാൽ അത് സൈന്യത്തിന് വലിയ കളങ്കം ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചിലപ്പോൾ ഈ കാര്യത്തിൽ ഒരു നടപടി ചിലപ്പോൾ അനിവാര്യമായേക്കാം.